ഇടവിട്ട് പെയ്യുന്ന മഴയിലും ശബരിമലയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം ശബരിമലയിൽ സുഖദർശനം പൂർത്തിയാക്കി മടങ്ങിയത് 80,000-ഓളം തീർത്ഥാടകരാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവം പുരോഗമിക്കുമ്പോൾ ഇതുവരെ ശബരിമലയിലെത്തിയത് 5.5 ലക്ഷത്തോളം തീർത്ഥാടകർ. സന്നിധാനത്ത് നിന്നും ഇപ്പോൾ അഖിൽ ചേരുകയാണ് നമ്മളോടൊപ്പം. അഖിൽ, തിരക്ക് ഗുഡ് മോർണിംഗ്. അതിൻ്റെ സന്നിധാനത്ത് നിന്നുമാണ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ചേരുന്നത്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണെന്നാണ് അഖിലിൻ്റെ ഫ്രെയിമിൽ കാണുവാൻ സാധിക്കുന്നത്. മഴയുണ്ടോ, തിരക്കുണ്ടോ, എന്താണ് സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന വിവരങ്ങൾ? സിദ്ധൂരി, ഗുഡ് മോർണിംഗ്. നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്നാലും ഭക്തരുടെ വരവിനെ ആ മഴ ബാധിക്കുന്നില്ല. നിലവിലിപ്പോൾ രാവിലെ തിരക്ക് വളരെയധികം കുറവാണ്. ഇന്ന് അവധി ദിവസമാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ ശബരിമല സന്നിധാനത്ത് നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. എന്നാൽ നിലവിലെ സ്ഥിതി അതല്ല. നിലവിൽ തിരക്ക് വളരെയധികം കുറവാണ്. നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ അനുസരിച്ച് രാവിലെ 3 മണിക്ക് നട തുറന്നത് മുതൽ 8 മണി വരെയുള്ള സമയത്ത് 25,000-ഓളം പേർ മല ചവിട്ടി കഴിഞ്ഞു. മല ചവിട്ടി സുഖദർശനം പൂർത്തിയാക്കി മടങ്ങി. അത്തരത്തിൽ ഇത്രയും ആളുകൾ എത്തുമ്പോൾ പോലും വളരെ കാര്യക്ഷമമായി വളരെ സുഖമായ ദർശനം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 18-ാം പടിക്ക് നേരെ മുകളിലാണ്. 18-ാം പടിയുടെ മുമ്പിലായിട്ട് ആളുകൾ 18-ാം പടിയിലേക്ക് കയറുന്നതിന് വരി നിൽക്കുന്ന ഇടങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. അത്തരത്തിൽ തിരക്ക് വളരെ കുറവാണ്. മഴ പെയ്യുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും ആളുകൾ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന എല്ലാവർക്കും സുഖദർശനം കിട്ടുന്നു. വരുന്ന വഴിക്കുള്ള വെള്ളമടക്കം എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിലയ്ക്കൽ, പമ്പ തുടങ്ങി ഒരിടത്ത് പോലും ആളുകൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നില്ല. വരുന്ന എല്ലാ ഭക്തർക്കും കൃത്യമായി സുഖമായ ദർശനം ലഭിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ ശബരിമല സന്നിധാനത്ത് സജ്ജമാണ്. സിന്ധൂരി.